ടു ട്രാൻസിസ്റ്റർ അനലോഗി ഓഫ് SCR. അപ്പം നമുക്ക് അറിയാം SCR എന്ന് പറയുന്നത് രണ്ട് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ആസ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടു BJTs, PNP ആൻഡ് NPN. ഒരു PNP ട്രാൻസിസ്റ്ററും NPNും ചേർന്നതാണ് ഒരു SCR എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ടു ട്രാൻസിസ്റ്റർ അനലോഗിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളക്ടർ ബേസ് ജംഗ്ഷൻ കറണ്ട് IC കളക്ടർ കറണ്ടിൻ്റെ ഇക്വേഷൻ ഉപയോഗിച്ച് വി ഹാവ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദ ആനോഡ് കറണ്ട് ഓഫ് SCR in terms of the gate current. IA in terms of IG you have to derive. അപ്പോൾ അതാണ് നമ്മൾ ടു ട്രാൻസിസ്റ്റർ തിയറിയിൽ പഠിച്ചത്. അപ്പോൾ എന്താ ആ ഒരു ഇക്വേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ it says that a very small amount of gate current can trigger a large amount of anode current. അപ്പം SCRൻ്റെ ഗേറ്റ് കറണ്ട് ഒരു ചെറിയ കറണ്ട് കൊടുത്താൽ തന്നെ നമുക്ക് വലിയ എമൗണ്ട് ഓഫ് ആനോഡ് കറണ്ട് കിട്ടും എന്നുള്ളതിൻ്റെ പ്രൂഫായിട്ട് നമ്മൾ ഈ ടു ട്രാൻസിസ്റ്റർ അനലോഗി പറയാം. അത്രേ SCRൻ്റെ കാര്യത്തിൽ വരുന്നുള്ളൂ. ഇനി അടുത്ത ടോപ്പിക്ക് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ വേറെയും നോട്ടുകളിലൊന്ന് റെഫർ ചെയ്യാം. മെയിനായിട്ട് ഇത്രയൊക്കെയാണ് ഉള്ളത്. നെക്സ്റ്റ് is the triac. So triac, as you can see, triacൻ്റെ basic structure എന്ന് പറയുന്നത് it is two SCRs in anti-parallel configuration. രണ്ട് SCR anti-parallel ആയിട്ട് വെച്ചാൽ എങ്ങനെയാണോ അതാണ് നമ്മുടെ triac. So it has three terminals, MT1, MT2 and gate. MT1 എന്ന് പറയുന്നത് മെയിൻ ടെർമിനൽ 1, MT2 മെയിൻ ടെർമിനൽ 2 ആൻഡ് ഗേറ്റ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് സിമ്പലൊക്കെ ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് അതിൻ്റെ സിമ്പൽ ഇരിക്കുന്നത്. ദെൻ അപ്പം മെയിനായിട്ട് പറയാനുള്ളത് ഇറ്റ് ഈസ് എ 3 terminal ഇലക്ട്രോണിക് കമ്പോണൻറ്റ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇൻ ബോത്ത് ഡയറക്ഷൻസ് വെൻ ട്രിഗർഡ്. ഗേറ്റ് ട്രിഗറിങ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും കണ്ടക്ട്, താഴെ MT1 to MT2 കറണ്ട് പോകാം, MT1 to MT2 കറണ്ട് പോകാം, അങ്ങനെയാണ്. അപ്പോൾ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ബൈ ഡയറക്ഷണൽ ട്രയോഡ് തൈറിസ്റ്റർ. ഇതിൻ്റെ ചുരുക്കപ്പേരാണ് ട്രാക്ക് എന്ന് വിളിക്കുന്നത്. Then you can make MT1 more positive than MT2. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ MT1 more positive than MT2 ആക്കി കഴിഞ്ഞാൽ SCR2 will be conducting. കാരണം ഇത് പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ SCR2 ഫോർവേഡ് ബയസ്ഡ് ആകും. അപ്പോൾ SCR2 will conduct if the applied voltage exceeds the forward breakover voltage or a gate triggering pulse is applied. ഒരു ഗേറ്റ് സിഗ്നൽ ഒരു ട്രാക്കിൽ നമ്മൾ MT1 മോർ പോസിറ്റീവ് MT2 ലെസ് പോസിറ്റീവ് ആക്കി വെച്ച് കഴിഞ്ഞിട്ട് ഗേറ്റിലൊരു സിഗ്നലും കൊടുത്തു കഴിഞ്ഞാൽ SCR2 വഴി കണ്ടക്ഷൻ നടക്കും. ഇനി തിരിച്ച് MT2 മോർ പോസിറ്റീവും MT1 ലെസ് പോസിറ്റീവും ആക്കി കഴിഞ്ഞാൽ SCR1 വഴി കണ്ടക്ഷൻ നടക്കും, ഏതെങ്കിലും ഒരു ഗേറ്റ് സിഗ്നൽ കൊടുത്താൽ. അല്ലെങ്കിൽ നമ്മൾ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എക്സീഡ് ചെയ്യുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു ഗേറ്റ് പൾസ് either പോസിറ്റീവ് ഓർ നെഗറ്റീവ് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ട്രാക്ക് കണ്ടക്ട് ചെയ്യും എന്നുള്ളതിന് കാരണം ഇങ്ങനെയുള്ള സ്ട്രക്ചർ ആയതുകൊണ്ടാണ്. 2 SCR ആൻറ്റി പാരലായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഗേറ്റ്സ് തമ്മിൽ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ട്രാക്കിൻ്റെ പ്രത്യേകത. അപ്പോൾ ട്രാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സോ ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ അതിന് മുമ്പ് ഒരു പറയാൻ പറ്റുന്ന കാര്യം BT136 ആണ് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്ത ട്രാക്ക്. അപ്പോൾ ഓർമ്മ കാണുമായിരിക്കും. അതിൻ്റെ MT1 MT2 ഗേറ്റൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോട്ട് ചെയ്തോണം. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രാക്ക് പറയാൻ നേരത്തെ ഫോർവേഡ് ക്യാരിയും റിവേഴ്സ് ക്യാരിയും ഒരുപോലെ ഇരിക്കും, സിമിലർ, ബോത്ത് ആർ സിമിലർ. വായിച്ച് നോക്കുക കാര്യം എന്താണ് എഴുതിയിരിക്കുന്നതെന്ന്. ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഡാർക്ക് ലൈൻ ഷോ ചെയ്യുന്നത് ബ്രേക്ക് ഓവർ വോൾട്ടേജ് വരെ കാത്തിരിക്കണം കണ്ടക്ട് ചെയ്യാനെന്നുള്ളതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഗേറ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോട്ടഡ് ലൈൻസിലൂടെ പെട്ടെന്ന് തന്നെ കണ്ടക്ഷൻ നടക്കും എന്നുള്ളതാണ് പറയുന്നത്. So the dotted line actually indicates the conduction path of the triac once gate triggering has been done. As you can see, both the forward as well as reverse characteristics look alike. That's a significant feature of triac when compared to SCR.
Next is the diac. So you can see the diac which you have already might have used in the lab. And the structure of a diac is similar to triac. Only difference is that there is no gate terminal. Gate terminal illa. രണ്ട് ടെർമിനലേ ഉള്ളൂ, MT1 MT2. പിന്നെ ഇവിടെ ട്രയാക്ക് പഠിക്കുന്ന സമയത്ത് you might have seen that this is the physical construction of a triac, a PNP transistor over here, PNP transistor over here, PNPN transistor, PNPN semiconductor layers over here and PNPN semiconductor layers over here. അതായത് രണ്ട് SCR ആണ്. അപ്പോൾ ഇവിടെ ഈ പടത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നാം, ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. അതുപോലെയല്ലേ ശരിക്കും നമ്മൾ ഒരു സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു ട്രാക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം ഒരേ സാധനങ്ങൾ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് യൂസ് ചെയ്യും. അതുകൊണ്ട് രണ്ട് പി ലെയർ ഒന്നാക്കിയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്, രണ്ട് എൻ ലെയർ ഒന്നാക്കി. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം ഗേറ്റിന് ചിലപ്പം ഒരു എൻ ലെയർ വേണം, അതിൽ MT1 ഒരു എൻ ലെയർ വേണം, MT2 എൻ ലെയർ വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് സ്ട്രക്ചറും ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഈസിനെസ്സിന് വേണ്ടി രണ്ട് പി ലെയർ ആവശ്യമുള്ളിടത്ത് ഒന്നാക്കി കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ, അത് മനസ്സിലാക്കണം. But coming to diac, again the structure is similar to triac. The only difference is that there is no gate terminal. അപ്പോൾ ഇനി ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാലും ഇറ്റ് ലുക്സ് എക്സാക്ട്ലി സിമിലർ ബോത്ത് ഫോർവേഡ് ആസ് വെൽ ആസ് റിവേഴ്സ്. അപ്പോൾ the current can flow in either both the directions from MT1 to MT2 or MT2 to MT1. എങ്ങനെ വേണമെങ്കിലും കറണ്ട് ഫ്ലോ ചെയ്യാം, ഗേറ്റ് ടെർമിനൽ ഇല്ല. അപ്പം കണ്ടക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ the diac will be conducting only after it exceeds the forward breakover voltage. അപ്പോൾ അങ്ങനെ മാത്രമേ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഡയാക്ക് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ട്രിഗറിങ് ഡിവൈസ് ഫോർ ട്രയാക്ക്. അത് നിങ്ങൾ ലൈറ്റ് ഡിമ്മർ സർക്യൂട്ടിലൊക്കെ കണ്ടു കാണും. ട്രയാക്കിൻ്റെ ഗേറ്റ് ടെർമിനലിൽ കറണ്ട് കൊടുക്കാൻ വേണ്ടിയായിട്ട് ഡയാക്കിനെ യൂസ് ചെയ്യും. സോ കൺട്രോൾ ട്രിഗറിങ് ഓഫ് ഗേറ്റ് കറണ്ട്. അപ്പോൾ ഡയാക്ക് എപ്പോഴാണ് ഓൺ ആകുന്ന? ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് കഴിഞ്ഞാൽ മാത്രമേ ഓൺ ആകത്തുള്ളൂ. സോ വൺസ് ദ ഡയാക്ക് ഈസ് ടേൺഡ് ഓൺ യു ക്യാൻ പ്രൊവൈഡ് ദ ഗേറ്റ് കറണ്ട് ടു ട്രിഗർ ദ ട്രയാക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ആ രീതിയിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഡയാക്കിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി അപ്പോൾ SCR ഉപയോഗിക്കുന്ന ഒരുപാട് സർക്യൂട്ടുകൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ SCR ഉപയോഗിക്കുന്നിടത്തെല്ലാം വിൽ ഹാവ് ടു പ്രൊട്ടക്ട് ദ SCR. അപ്പോൾ അതിന് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് സർക്യൂട്ടാണ് സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറയുന്നത്. സോ മെയിൻ പർപ്പസ് ഓഫ് സ്നബ്ബർ സർക്യൂട്ട് എന്ന് വെച്ചാൽ പ്രിവെൻറ്റ് അൺവാണ്ടഡ് ട്രിഗറിങ് ഓഫ് SCR. ചില സമയത്ത് നമുക്ക് SCR ആവശ്യമില്ലാതെ ട്രിഗർ ചെയ്യപ്പെടാറുണ്ട്. കാരണം ഒരു പെട്ടെന്നൊരു ഹൈ റൈസ് ഓഫ് വോൾട്ടേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ SCR ട്രിഗറായി പോകും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അത് മാത്രമല്ല നമുക്ക് SCRനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയാണ് സ്നബ്ബർ സർക്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ലിമിറ്റ്സ് ഓർ സ്റ്റോപ്സ് സ്നബ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഇറ്റ്സ് റേറ്റ് ഓഫ് റൈസ് ആൻഡ് ദെയർഫോർ റെഡ്യൂസസ് ദ പവർ ഡിസിപ്പേഷൻ. പവർ ഡിസിപ്പേഷൻ കുറയ്ക്കാനായിട്ട് സ്നബ്ബർ സർക്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം ഒരു കപ്പാസിറ്റർ എടുത്ത് SCRൻ്റെ മുകളിൽ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ when S is closed, a sudden voltage appear across the circuit. ഒരു പെട്ടെന്ന് ഇത് S ക്ലോസ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് വോൾട്ടേജ് SCRന് അക്രോസ് അല്ലെങ്കിൽ ഈ ടെർമിനലിൽ വരും. അപ്പോഴത്തേക്കും എന്ത് പറ്റുമെന്ന് വെച്ചാൽ കപ്പാസിറ്ററിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു പെട്ടെന്ന് വോൾട്ടേജ് ചേഞ്ചസിനൊന്നും അത് നിന്നു കൊടുക്കില്ല. ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. അതുകൊണ്ട് പെട്ടെന്നൊരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഇത് വഴി അങ്ങ് കറണ്ട് പോകും. അതുകൊണ്ട് തന്നെ ആസ് നോ കറണ്ട് ഫ്ലോസ് ത്രൂ ദ SCR, the voltage across SCR will be 0. So initially capacitor C behaves like a shorted path and hence the voltage across SCR will be 0. But as the time passes, what happens is voltage starts building up across the capacitor. സമയം ചെല്ലുന്തോറും ഇതിൻ്റെ അകത്ത് കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നമുക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് അക്രോസ് ദ SCRന് വരുന്ന വോൾട്ടേജ് റൈസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ദ നമ്മുടെ റേറ്റിംഗ് dV/dt റേറ്റിംഗ് ഉണ്ട്. SCRന് ഒരു റേറ്റിംഗ് ഉണ്ട്, dV/dt റേറ്റിംഗ് ഉണ്ട്, dI/dt റേറ്റിംഗ് ഉണ്ട്. ആ റേറ്റിംഗ് അനുസരിച്ച് മാത്രമേ നമ്മൾ SCR ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കാമോ പറ്റൂലേ എന്നൊക്കെ നിശ്ചയിക്കുന്നു.
അപ്പം വളരെയധികം ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഓക്കെ, സോ ടൈമിന് വിത്ത് റെസ്പെക്ട് ടു വോൾട്ടേജ് എങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് പറയുന്നത്, ഡി വി ബൈ ഡി ടി. അപ്പം ഈ കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്താ ഉപയോഗം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന ബിൽഡ് വോൾട്ടേജ് ബിൽഡ് ചെയ്യുന്നത് ഇവിടുത്തെ ഡി വി ബൈ ഡി ടി റേറ്റിങ്ങിനേക്കാളും കുറവായിരിക്കും. നൗ അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ എസ് സി ആർ ഓണാവാത്ത അവസ്ഥയിൽ നമുക്കൊരു കപ്പാസിറ്റർ മാത്രം മതി. പക്ഷേ എസ് സി ആർ ഓണായി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ വിൽ ബിഗിൻ ടു ഡിസ്ചാർജ്. ആൻഡ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദർ വിൽ ബി എ ഹെവി ഫ്ലോ ഓഫ് കറണ്ട്. നമുക്ക് വായിച്ചാൽ മനസ്സിലായി, ആസ് സൂൺ ആസ് എസ് സി ആർ ഇസ് ടേൺഡ് ഓൺ by the gate pulse, this charge capacitor discharges through SCR, hence a current having larger magnitude flows in the path formed by SCR and capacitor C. ഒരു വലിയ കറണ്ട് അവിടെ കൂടെ ഫ്ലോ ചെയ്യും. അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ റേറ്റിങ്ങിന് പറയുന്നത് ഡി ഐ ബൈ ഡി ടി റേറ്റിങ്ങിനേക്കാൾ അധികം കറണ്ട് പോകാൻ പാടില്ല. അതിനുവേണ്ടി നമ്മളൊരു റെസിസ്റ്റൻസ് ഈ കപ്പാസിറ്ററിലൂടെ ഇടും. സോ ദാറ്റ് ലിമിറ്റ്സ് ദ കറണ്ട്. അങ്ങനെ കറണ്ട് നമ്മൾ റെസിസ്റ്റൻസ് ഇടുമ്പോൾ കറണ്ട് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ കഴിയും. ആ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെസിസ്റ്റൻസും കൂടെ ഇടണം. അപ്പോൾ ദിസ് ഇസ് വാട്ട് യു മീൻ ബൈ ആർ സി സ്നബ്ബർ സർക്യൂട്ട്. ഈ ആറും സിയും ആക്ച്വലി ഡിസൈൻ ചെയ്യുന്നത് യു ക്യാൻ സീ ദാറ്റ് ഡി വി ബൈ ഡി ടി റേറ്റിങ്ങിനും ഡി ഐ ബൈ ഡി ടി റേറ്റിങ്ങിനും അകത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ റെസിസ്റ്റൻസ് ആസ് വെൽ ആസ് കപ്പാസിറ്റൻസ് ആയിരിക്കും നമ്മൾ സ്നബ്ബർ സർക്യൂട്ടിൽ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സിംപ്ലി എ സ്നബ്ബർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആർ സി സ്നബ്ബർ സർക്യൂട്ട് ആയിരിക്കും. വി പ്ലേസ് എൻ ആർ ആൻഡ് സി അക്രോസ് വെയർ എ എസ് സി ആർ, സോ ദാറ്റ് നമ്മൾ ഹൈ റൈസ് ഇൻ കറണ്ട് അല്ലെങ്കിൽ ഹൈ റൈസ് ഇൻ വോൾട്ടേജ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. That's all for module 1.